ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് അടിപൊളി ബീഫ് റെസിപ്പിയാണ് കേട്ടോ. ഇതിനായിട്ട് ആദ്യം നമ്മളൊരു പാൻ എടുത്തിട്ട് അതിലേക്കൊരു 1/2 കപ്പോളം നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമ്മളതിലേക്ക് ഒരു 2 വലിയ സവാള ഇട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. നമ്മൾ ഫ്ലെയിം നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പോൾ ഏകദേശം സവാള ആയിട്ടുണ്ട്. ഈ ടൈം ആകുമ്പോൾ നമ്മൾ എടുക്കണം കേട്ടോ. ഇത് നമ്മൾ എടുത്ത് മാറ്റി കഴിഞ്ഞാലും കളർ മാറി വരും. അപ്പം നമ്മൾ ശ്രദ്ധിച്ചിട്ട് നോക്കിയിട്ട് എടുക്കണം. പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയാണ്, അതും ഈ സെയിം നെയ്യിലിട്ടിട്ട് നമ്മളൊന്ന് വറുത്ത് കോരുകയാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ക്യാരറ്റാണ്. ക്യാരറ്റ് ചെറുതായിട്ട് മുറിച്ചെടുത്തതാണ്. അതുപോലെ തന്നെ അതൊന്ന് മുരിഞ്ഞ് വരുന്ന ടൈമിൽ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നമ്മളൊന്ന് വറുത്ത് കോരി വെക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ നെയ്യിൽ ചെയ്യേണ്ട എല്ലാ പരിപാടികളും ഫസ്റ്റ് തന്നെ നമ്മളൊന്ന് ചെയ്ത് വെക്കുക. അപ്പോൾ നെയ്യിൽ വറുത്തെടുക്കേണ്ട പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ബീഫ് ഒന്ന് വഴറ്റിയെടുക്കണം. ആദ്യം തന്നെ നമ്മൾ ബീഫ് വേവിച്ച് വെക്കണം. ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടിട്ട് ബീഫ് നന്നായിട്ട് വേവിച്ച് വെക്കണം കേട്ടോ. പിന്നെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു 2 സവാള ഇതേപോലെ നീളത്തിൽ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അതും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ആവശ്യത്തിന് തക്കാളി, ഞാനൊരു വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്, അതും കറിവേപ്പില ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികളാണ്. ഇതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂണ് മുളക് പൊടി, അതുപോലെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടേബിൾ സ്പൂണ് വലിയ ജീരകത്തിൻ്റെ പൊടി, പിന്നെ ഇട്ട് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ് കേട്ടോ. മല്ലിപ്പൊടി ഒരു 3/4 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും വേണം. ഇനി നമ്മളിത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇട്ട് കൊടുക്കുന്നത് ഒരു 1/4 ടേബിൾ സ്പൂണ് കുരുമുളകിൻ്റെ പൊടിയാണ് കേട്ടോ. നമ്മൾ എരിവ് നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ തൈരാണ്. അധികം പുളിയില്ലാത്ത തൈരായതുകൊണ്ട് ഞാനൊരു 2 ടേബിൾ സ്പൂണ് തൈരും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ച ബീഫാണ് കേട്ടോ. വേവിച്ച് വെച്ച ബീഫ് മുഴുവനായിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ മല്ലിച്ചപ്പും പുതിനയാണ്, അത് ഏകദേശം ഒരു 3/4 കപ്പോളം ഉണ്ടാവും. ഇനി നമ്മൾ ഒന്നും കൂടി ഒന്ന് വഴറ്റുക. ഇതിൽ ആവശ്യത്തിന് ഏകദേശം ഒരു 1/2 കപ്പോളം വെള്ളം ഇതിലുണ്ട് കേട്ടോ. പിന്നെ ഇത് നാരങ്ങ നീരാണ്. നമ്മൾ പുളിയൊക്കെ നോക്കിയിട്ട് ഞാനൊരു 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ഒഴിച്ചു കൊടുത്തു. ഇത് ബിരിയാണിയുടെ അരിയാണ്. നന്നായിട്ട് കഴുകി നല്ല തിളച്ച വെള്ളത്തിലേക്ക് ഉപ്പിട്ടിട്ട് നമ്മളൊന്ന് വേവിച്ചെടുക്കുകയാണ്. ഇനി നമ്മൾ ബീഫിൻ്റെ മസാലയ്ക്ക് ഒരു 1/2 ടേബിൾ സ്പൂണോളം ബിരിയാണി മസാലപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ദമ്മ് ചെയ്യുന്ന പരിപാടിയാണ്. ദമ്മ് ചെയ്യാൻ ഏത് പാനിലാണോ നമ്മൾ ദമ്മ് ചെയ്യണത് അതിലേക്ക് മുഴുവനായിട്ട് ബിരിയാണി മസാല, തയ്യാറാക്കിയ മസാല നമ്മൾ ഇതിൻ്റെ അടിഭാഗത്തേക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി നമ്മൾ ഈ ഉള്ളി കാഷ്യൂ ഒക്കെ വറുത്ത് വെച്ചേക്ക് ഏകദേശം ഒരു 1.25 ടേബിൾ സ്പൂണോളം ബിരിയാണി മസാല ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ്. ഇനി നമ്മൾ ഊറ്റി ആവശ്യത്തിന് വേവിച്ച് വെച്ച റൈസ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിന് മുകളിലായിട്ട് നമ്മൾ ആ വറുത്ത് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കും. അങ്ങനെ നമ്മൾ അതിങ്ങനെ ചെയ്തെടുക്കണം കേട്ടോ. ചോറിട്ട് കൊടുക്കുക, പിന്നെ നമ്മൾ ഉള്ളി അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. ഏറ്റവും മുകളിൽ ഞാൻ ചോറാണ് ഇട്ട് കൊടുത്തത്. കാരണം നമ്മൾ കണൽ മുകളിൽ വെക്കുമ്പോൾ ഉള്ളിയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ അതിൻ്റെ മുകൾ വശത്ത് ബാക്കിയുള്ള നെയ്യൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് ദം ചെയ്തെടുക്കുക കേട്ടോ. അപ്പം ബിരിയാണിയൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിൽ നിന്ന് ആ ചോറൊക്കെ എടുത്ത് മാറ്റിയിട്ടോ. ബീഫൊക്കെ നന്നായിട്ട് അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും ആരും മറക്കരുത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.